ഹലോ ഫ്രണ്ട്സ്, എല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ആറ്റുകാലിൽ പോകാൻ പോവുകയാണ്. ഇന്ന് ആറ്റുകാലാണ് പോകുന്നത്. ആറ്റുകാലിൽ പോയിട്ട് പിന്നെ എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല, അത് അങ്ങോട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണി സമയമാണ്. സൂര്യമൊക്കെ ഉദിച്ച് വരണേ ഉള്ളൂ. കാരണം ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ തുറന്നാക്കാൻ പോവുകയാണ്. ഓക്കെ, അവിടെ എപ്പോഴാണ് അൺഎഫക്റ്റഡ് എന്തെങ്കിലും നടക്കണമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് വീഡിയോ എപ്പോഴാണ് കഴിക്കാൻ പറ്റും. നോക്കി കഴിച്ചതാണ് നമ്മുടെ ഷോപ്പ്, ഗ്ലാസ്സും എല്ലാം കൂടിയൊക്കെ വരുന്നത്. അടുത്ത് അതേ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അരിമാഞ്ഞൂർ MBH സ്കൂള്. അത് താഴെ മുകളിൽ അതാണ് വരുന്നത്. താഴെ 1 തൊട്ട് 5 തൊട്ട് 10 വരെ, മുകളിൽ +1 +2. ഓക്കെ, ഇതാണ് അവിടുത്തെ കാനറ ബാങ്ക്. അടച്ചിരിക്കുന്നത് ഞായറാഴ്ച ദിവസമായിട്ടല്ലേ അടച്ചിരിക്കുകയാണ്. അത് പറ്റിയൊക്കെ ജനിഷ വരുന്നത് ചെറിയ സ്ഥലമാണ്. ആ സ്ഥലങ്ങളാണ് അടുത്തടുത്ത് ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. നല്ല സീനറി നോക്ക്. വയല് പണ്ട് അവിടെ വയലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വാഴയൊക്കെ നട്ട് മറ്റേ ഹോളോ മിക്സിന്റെ ബിസിനസ് ഉണ്ട് അടുത്ത്. നമ്മൾ ഹൈവേ എടുക്കാൻ പോവാണ്. ഇതാണ് അതിലെ കൂടെ കയറി നമ്മള് അങ്ങനെയാണ് എത്തുന്നത്. കുറച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങള് ക്ഷേത്രം മറ്റേ ആ സ്ഥലത്തിന്റെ പേര് വേണ്ടല്ലേ, കമലേശ്വരം റൂട്ട് നമ്മൾ അങ്ങ് പോകുന്നില്ല. കമലേശ്വരം പോകുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിച്ചത് കരമന വഴി കയറി നമ്മൾ കിള്ളിപ്പാലം വഴി പോകുന്നല്ലേ, അങ്ങനെ പോകാം നാട്ടുകാർ. ഇതാണ് കാഞ്ഞിരംകുളം ഹൈവേ ജംഗ്ഷൻ. എവിടെ നമുക്ക് ഈ ഹൈവേ കൂടി നമുക്ക് കോവളം, അങ്ങനെ തിരുവനന്തപുരം, പിന്നെ കാസർഗോഡ് അങ്ങനെ കയറാം. ഇത് തന്നെ അങ്ങനെ നീണ്ടു പോണ റോഡാണ് ഇത്. ഏത് കോളേജാണ്? ഇതാണ് കോവളത്തോട്ട് പോണ റോഡ്. ഇടത്തോട്ട് പോയ കോവളം, നേരെ പോയ തിരുവനന്തപുരം കോവളം ജംഗ്ഷൻ. ഇപ്പൊ രാവിലെ ഞാൻ ട്രാഫിക് ലൈറ്റ് എല്ലാം ഇരിക്കും. കോവളം ഞാൻ പറഞ്ഞു, കോവളം ബീച്ച്. കോവളം എല്ലാം പോണത് എറണാകുളം പോയ 220 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എറണാകുളം പോയ അവിടെ നമ്മള് റൈറ്റ് എടുത്ത് പാച്ചലൂർ വഴിയാണ് പോകുന്നത്. സ്ട്രേറ്റ് പോയാൽ ടോൾ കൊടുക്കണം. ഇത് വലത്തോട്ട് കയറി പാച്ചലൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിലും പോകാൻ പറ്റൂല. ഇങ്ങനെ പോയാലേ അവിടെ കയറാൻ പറ്റുള്ളൂ ആ വഴി. അല്ലെങ്കിൽ ചുറ്റി വരണം. അമ്പലത്തറ കയറണം, പാച്ചലൂർ വഴി പോയാലേ അത് തന്നെ. ഇതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. എല്ലാവരും ബലി തർപ്പണത്തിലൂടെയാണ് വരുന്നത്. ഇതാണ് കോവിലോട്ട് പോണ വഴി. അതാണ് ആർച്ച്. ഓക്കെ, തിരുവല്ലം നേരെ പോയാണ്. ഇതൊരു ബൈപ്പാസാണ് സംഭവം. പക്ഷെ 2 വേ ഇവിടെ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ബൈപ്പാസ് നടുക്കൂടി 2 വേ. അപ്പുറത്ത് ഒരു അങ്ങോട്ട് പോകാനുള്ള പഴയ റോഡാണ്, പഴയ ഹൈവേ ആണ്. NH47 വലത്തോട്ട് കയറണം. വലത്തോട്ട് കയറണം. അരിമനെ പിറ്റിയാ പോയി. അവിടെ എഴുതിയുണ്ട്. ബോർഡ് നോക്കി വെക്കണം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ക്ഷേത്രം കൊച്ചിരകുള കരമന 3 റോഡ്.
ബംഗാളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു ബംഗാളേക്ക്. ആറ്റുകാൽ അത് നേരെയാണ് പോകുന്നത്. ഇത് റൈറ്റ്. അത് മറ്റേ മണക്കാട് അങ്ങനെ കയറി ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. നേരെ പോയാ അതുപോലെ നട കയറും. നമുക്ക് ഇടത്തോട്ടാണ് പോകുന്നത് അല്ലേ? നമുക്ക് ഇടത്തോട്ടാണ് പോകാം. പാർക്കിംഗ് കണ്ട അതൊക്കെ സൂം ചെയ്ത് കാണിച്ചു കൊടുച്ചു പാർക്കിംഗ് ഉണ്ടൊക്കെ. ഓക്കെ, നമുക്ക് നേരെ പോയാലാണ് ആറ്റുപോലെ വരുന്നത്. പാർക്കിംഗ് മെയിൻ കവാടാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. വണ്ടി ഒതുക്കേണ്ടി വരും. ഇടത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. മലത്തോട്ട് കയറ്റാം. രാവിലെ ഞായറാഴ്ച തിരക്കാണ്. പണി എല്ലാരും സൈഡിലിട്ടുണ്ട് സൈഡിലിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയില് ഓക്കെ പറഞ്ഞു കയറിയിരുന്നെങ്കിൽ അവിടെ കണ്ട അവിടെ കൂടി നമ്മൾ അകത്ത് കയറണം. പക്ഷെ അവിടെ കൂടി വണ്ടിയൊന്നും കയറുകയോ നമ്മൾ നടന്നാണ് കയറേണ്ടത്. അപ്പോൾ വണ്ടി ഇടാനാണ് നമ്മൾ ഇടത്തോട്ട് കയറി ചുറ്റി ഇങ്ങി ഇവിടെ വന്നത്. ഓക്കെ, ചെരുപ്പ് നമ്മൾ ഒരു വണ്ടിക്കകത്ത് ഇടാൻ പോവുകയാണ്. പടക്കമല്ലല്ലോ, വെടി പൊട്ടിക്കുന്നു, കൊക്കുകൾ പറന്ന് പോകണു. ഇതാണ് വൈബ്. ആറ്റുകാൽ കോവിൽ, ഇതിൻ്റെ സ്റ്റേജ്, ഇത് ഇന്ത്യൻ കോഫി ഹൗസ്. കയറിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഇവിടെ കൂടി വരുമായിരുന്നു. ഇതാണ് എൻട്രൻസ്. കോവിലിൻ്റെ അകത്ത് പോകണം. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. ഓക്കെ, ഓക്കെ. അവിടെ അനിയൻ നിൽപ്പുണ്ട്. കാരണം അത് ഇതാണ് നിൽക്കണം. മീനുണ്ടോ? ഇത് മാത്രമാണ് നോക്ക്. വഴിപാട്. ഓക്കെ, 2025 മാർച്ച് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കാപ്പ് കെട്ട് കുടിയിരുത്തൽ. കണ്ട 2025 പോലെ 2024 വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ചേരുടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ട ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് ക്യാമറ ഇതെല്ലാം അടുത്തുണ്ട്. കണ്ട ഇവിടെയുണ്ട്. കണ്ട ഇതേപോലെ അകത്തും ഉണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അകത്ത്. അതാണ് കാര്യം. പിന്നെ പുറത്ത് ഇങ്ങനെയൊക്കെ എടുക്കാന്നേ ഉള്ളൂ. ഇത് വഴിപാട് അങ്ങനെ അർച്ചനയൊക്കെ ചെയ്യണ സ്ഥലങ്ങൾ. ഇത് അപ്പം ഇതകത്തുണ്ട് പുറത്തുണ്ട്. അപ്പം ആരാണ് കൗണ്ടർ? ഓക്കെ, അച്ചു അങ്ങനെ ഉണ്ടോ? തിരക്ക് നോക്ക്. അവർ വരുന്നുണ്ട്. നോക്ക്, തിരക്ക് നോക്ക്. കണ്ടോ? നമ്മൾ നേരത്തെ കയറിയുണ്ട്. നേരത്തെ കയറിയിട്ട് വന്നു. ഇപ്പം എന്താ
ഇത് മാത്രം നോക്ക്, അങ്ങ് വരെ പോയിരിക്കുന്നു. ഇങ്ങനെ കറങ്ങി ചുറ്റി അങ്ങനെ പോകണം. ഇതാണെന്ന് തോന്നുന്നു. വണ്ടി അങ്ങോട്ടാണ് നടക്കുന്നത്. പോവാം. തിരക്ക് കണ്ടില്ലേ, നേരത്തെ പോലെയല്ല. ഇതൊരു അങ്ങ് അറ്റം പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോവുകയാണ്. അടുത്ത് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത് കരിക്കകം ലക്ഷ്യമായിട്ടാണ്. ഓക്കെ, ഇപ്പം തിരക്ക് കണ്ടില്ല. നേരത്തെ വന്നപ്പോൾ നല്ല ഗ്രൗണ്ട് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അല്ലാണ്ട് ബസ്, കുറേ കാറ്, കുറേ ആനകളും ഇരട്ടി ബൈക്ക്. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലത്തോട്ടാണ് പോകുന്നത്. മണക്കാട് അതിന്റെ ഇടയ്ക്ക് തന്നെ 1-2 ക്ഷേത്രങ്ങൾ കഴിഞ്ഞ് ക്ഷേത്രം സിംഗാരത്തോപ്പ് അവിടെ കയറണം. കയറിയിട്ട് ആ ബസ് പോണുണ്ടോ തന്നെ അത് തന്നെ ആ ബസ് പോണ ലുലുമാളുണ്ടോ? ലുലുമാളുണ്ടോ? സ്വിം ചെയ്തോ? അങ്ങ് കാണും. സ്വിം ചെയ്തോ? പട്ടണമൊന്നുമില്ല. പോയി ആ വണ്ടി കയറിക്കണോണ്ട് കാണാൻ പറ്റില്ല. ലുലുമാളുണ്ടോ കൈ? അതാണ് ലുലുമാള്. നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകണം. ഇങ്ങോട്ട് ചെയ്തു നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ടാണ് കയറി പോകണം. ഇതൊരു പാലമാണ്. ഇതൊരു പാലം. ഈ പാലത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം ഈ പാലം നമുക്ക് തൂക്കി മുകളിലോട്ട് കെട്ടാൻ പറ്റും. ഇത് എടുത്തോ. ഈ പാലം നമുക്ക് മുകളിലോട്ടാക്കാൻ പറ്റും. ആ ഇതൊക്കെ എടുത്തോ. 5.5 മീറ്റർ പച്ച മഞ്ഞ ബോർഡൊക്കെ കാണിച്ചു കണ്ട. ഇത് തൂക്കി അങ്ങ് എടുക്കാൻ പറ്റും. മോട്ടറൊക്കെ ഉണ്ടാകും മണ്ടയ്ക്ക്. അപ്പൊ ഇത് കപ്പൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വലിയ ഷിപ്പ് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊങ്ങി. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതാണ് കരിക്കകം കോവിൽ. നേരെ കാണാൻ പറ്റും നമുക്ക്. അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അതാണ് കരിക്കകം ടെമ്പിൾ അല്ലെങ്കിൽ ക്ഷേത്രം. ഇവിടുത്തെ കുളത്തിലെ പാമ്പുള്ള ഇവിടുത്തെ കുളത്തിലാണ് പാമ്പുള്ളത്. അല്ലാതെ ഞാൻ ക്യാമറ കൂടെ താന്ന് കറക്റ്റ് അതിന്റെ മുമ്പ് തന്നെ നിൽക്കുന്നത്. ഓ, ഞാൻ ക്യാമറ കൂടെ താത്ത് കറക്റ്റ് അതിന്റെ മുമ്പ് തന്നെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ കരിക്കകത്തിലെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ടെമ്പിൾ വന്നിട്ട് ഇതുകൊണ്ടിരിക്കുന്നു കണ്ടോ. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ നമ്മൾ നടന്നു പോവുകയാണ്. അവിടെ ഒരുപാട് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാലം അങ്ങോട്ട് പോയിട്ട് ഞാൻ കുറച്ച് സംസാരിക്കാം. ഇതാണ് ക്ഷേത്രം നാഗപ്പ. മറ്റേ സംഭവം ഓണാൻ കിട്ടിയില്ല. വെള്ളം ചേർന്നത് വെള്ളം കുറേ അന്ന് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ആമയൊന്നുമില്ല. വലിയ മീൻ വേണമെന്ന് പറഞ്ഞു. ക്യാമറ കിട്ടൂല. നമുക്ക് പോവാം. നമ്മൾ പതുക്കെ എടുത്തിട്ട് വാ, ഞങ്ങൾ നടക്കാം. പോവാം. കയറാം. ആണ്
മാറാപ്രാങ്കൂർ പോവുകയാണ്. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ നേരെ പോയാൽ ലുലു മാളിൽ പോകും. പക്ഷെ നമ്മൾ മാറാപ്രാങ്കൂർ കയറുകയാണ്. അപ്പം അതിനിടെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് അവിടെ കാണാൻ പറ്റും മാറാപ്രാങ്കൂർ. ജസ്റ്റ് യു ടേൺ എടുത്ത് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ആരുമില്ല, തിരക്കൊന്നുമില്ല. നമ്മൾ ഇതിനൊന്നും വന്നിട്ടില്ല. നമ്മൾ പോവാണ്. ഇതിന്റെ അകത്തുള്ള പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. വെളിയിലുണ്ടായിരുന്നു അവിടെ കയറാനുള്ള. അയാള് ബേസ്മെന്റ് താഴെ പോവാൻ പറയാണ്. പോവാം. താഴെ മുകളിലുണ്ട്, രണ്ടിടത്തുണ്ട്. അപ്പോ അണ്ടർഗ്രൗണ്ട് വണ്ടി വന്നില്ല, വെറുതെ കാണാൻ പറ്റും. പാർക്കിംഗ് ഏരിയ ഫസ്റ്റ് വന്നത് ഇതാണല്ലേ? നമുക്ക് അങ്ങോട്ട് ഫോട്ടോ തിരിച്ച് കാണിച്ചു. ടിക്കറ്റ് ഉണ്ടോ? ആ, ടിക്കറ്റ് ഉണ്ട്. ഞാൻ കൂട്ടുകാരെ മാളിൽ കയറാണ്. വീടെടുക്കാൻ പറ്റുന്ന പറഞ്ഞാടാ. അച്ഛൻ എന്ത് നോക്കടാ? അച്ഛേ കൊള്ളാം, കൊള്ളാമോ? അങ്ങനെ ഇതകത്ത് കയറാൻ പോകാം. Sick of being the monster out of my head, under my bed. Think you're something out of my nightmares. Standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed. Think you're something out of my nightmares. Standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this. When I'm with you I feel so useless, I feel diluted, my heart's been wounded. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. നമ്മൾ വന്ന സ്ഥലം You don't understand the pain it ഇവിടെയാണ്. brings. You don't ever wanna give me wings. You don't ever wanna set me free. പക്ഷെ ഈ സ്ഥലം കൊള്ളു കേട്ടോ, സത്യമായിട്ടും കൊള്ളില്ല. നല്ല സ്മെല്ലാണ്. കാറിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. കയറിയത് ഒന്നും അവിടെ ഇല്ല. എല്ലാ ഷോപ്പും അടച്ചിട്ടേക്കുന്നു. അഞ്ചാറ് ഷോപ്പ് മാത്രം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്നാ സാധനങ്ങളില്ല. നമ്മൾ അടുത്ത് പോകാൻ ലുലു മാളിലോട്ടാണ്. ഇനി
ഗോ ടു ഹൗസ്. ഇതൊക്കെ പറഞ്ഞു കൊച്ചിനെ കാണിച്ച് കാണിച്ച് അലർജിയായി കൊച്ചിന് അല്ലേ അച്ഛൻ? അങ്ങനെ നമ്മള് പള്ളിച്ചലല്ലോ തിരുമല തിരുവല്ലം അങ്ങോട്ട് പോവാണ്. അപ്പോൾ വന്ന വഴി ഇങ്ങനെ അതേപോലെ തിരിച്ചു പോകും. ഓക്കെ ഗൈസ്, നമ്മൾ ഇതോടെ നമ്മുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.